18 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കിരീടം നേടിയ ആഹ്ലാദത്തിനിടയിലും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ വേട്ടയാടുന്നത് ഒരു വൻ ദുരന്തത്തിന്റെ ഓർമ്മകളാണ്. കഴിഞ്ഞ സീസണിലെ വിക്ടറി പരേഡിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 11 ആരാധകർ മരിക്കാനിടയായ സംഭവത്തിന്റെ നടുക്കം വിട്ടുമാറാത്തതിനാൽ അടുത്ത സീസണിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ കളിക്കേണ്ടതില്ലെന്ന് RCB മാനേജ്മെന്റ് തീരുമാനിച്ചതായാണ് റിപ്പോർട്ടുകൾ. ചിന്നസ്വാമി സ്റ്റേഡിയം ഇനി വേദനിക്കുന്ന ഓർമ്മയായി മാറിയെന്നും അതിനാൽ ഹോം മത്സരങ്ങൾക്കായി പുതിയ വേദി കണ്ടെത്തണമെന്നുമാണ് ഫ്രാഞ്ചൈസിയുടെ ആവശ്യം. ഇതിനൊപ്പം രാജസ്ഥാൻ റോയൽസും തങ്ങളുടെ തട്ടകം ജയ്പൂരിൽ നിന്ന് മാറ്റാൻ ഒരുങ്ങുകയാണ്. IPL 2026 മുമ്പ് വേദിമാറ്റവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നാടകീയ നീക്കങ്ങൾ പരിശോധിക്കാം. കന്നി കിരീടം നേടിയതിനു ശേഷം ബംഗളൂരു നഗരത്തിൽ നടത്തിയ ആഘോഷ റാലിക്കിടെയാണ് ദാരുണമായ സംഭവം നടന്നത്. നിയന്ത്രണാതീതമായ തിക്കിലും തിരക്കിലും പെട്ട് 11 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം സൂപ്പർ താരം വിരാട് കോഹ്ലി ചിന്നസ്വാമിയിൽ കളിക്കാൻ വിമുഖത കാണിക്കുന്നതായാണ് വിവരം. ദുരന്തത്തിന്റെ ഓർമ്മകൾ അലട്ടുന്നതിനാൽ ചിന്നസ്വാമിയിൽ കളിക്കാൻ കോഹ്ലിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇതിന്റെ സൂചനയായി ഡിസംബറിൽ നടക്കേണ്ടിയിരുന്ന വിജയ് ഹസാരെ ട്രോഫി മത്സരവും കോഹ്ലിയുടെ അസൗകര്യത്തെ തുടർന്ന് ചിന്നസ്വാമിയിൽ നിന്ന് മാറ്റിയിരുന്നു. മറക്കാൻ ആഗ്രഹിക്കുന്ന ഓർമ്മ എന്നാണ് കോഹ്ലി ഇതിനെക്കുറിച്ച് ഒരിക്കൽ കുറിച്ചത്. ചിന്നസ്വാമിക്ക് പകരം റായ്പൂരോ ഇൻഡോറോ ഹോം ഗ്രൗണ്ടായി പരിഗണിക്കണമെന്നാണ് RCBയുടെ ആവശ്യം. എന്നാൽ ഇത് സംബന്ധിച്ച് കർണാടക ക്രിക്കറ്റ് അസോസിയേഷനുമായി ഔദ്യോഗിക ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് NDTV സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ബംഗളൂരുവിലെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നിരാശയാണെങ്കിലും ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ടീമിന്റെ മാനസികാവസ്ഥ മാനിക്കേണ്ടതുണ്ട്. അധികൃതരുടെ അനാസ്ഥ. വിക്ടറി പരേഡ് ദുരന്തത്തിന് കാരണം അധികൃതരുടെ അനാസ്ഥയാണെന്ന ആക്ഷേപം ശക്തമാണ്. ആഘോഷത്തിനിടെ RCBയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ തിക്കും തിരക്കും കൂടുന്നുണ്ടെന്നും സ്ഥിതി വഷളാണെന്നും ആളുകൾ കമന്റിട്ടിരുന്നു. എന്നാൽ ഇത് ഗൗനിക്കാൻ അധികൃതർ തയ്യാറായില്ല. ഒടുവിൽ പുറത്തെ ബഹളവും ഗുരുതര സാഹചര്യവും അറിഞ്ഞപ്പോഴാണ് ചടങ്ങ് വെട്ടിച്ചുരുക്കിയത്. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പരിപാടി നടത്തിയതെന്ന് കർണാടക സർക്കാരും വെളിപ്പെടുത്തിയിരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാരും RCBയും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരുന്നു.